ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ളോഗ്. ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വ്ളോഗാണ് കേട്ടോ. ഇന്ന് എല്ലാവരും വീട്ടിലിരിക്കുന്ന ദിവസമാണ്. അപ്പോൾ ബിരിയാണി കഴിക്കാൻ ഭയങ്കരമായിട്ട് കൊതി തോന്നി. ഒന്നും നോക്കിയില്ല, ഞാനും നീറ്റും കൂടി രാവിലെ തന്നെ ചിക്കൻ വാങ്ങിക്കാൻ പോയി. ആദ്യം തന്നെ രാവിലെ തന്നെ മൂഞ്ചി എന്ന് പറയാലോ, അവിടെ ചിക്കൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ദൂരെയുള്ളൊരു കടയിൽ പോയിട്ട് ചിക്കൻ വാങ്ങിട്ടോ. അമ്മയ്ക്ക് റെസ്റ്റാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഇന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് റെസ്റ്റാണ്. പിള്ളേര് രണ്ടുപേരും കൂടി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഒരു സവാള ഇതുപോലെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഈ സവാള നല്ലോണം മൂത്തിട്ട് നല്ല ബ്രൗൺ ഷെയ്ഡൊക്കെ ആവില്ലേ, അപ്പം നമുക്ക് കോരിയെടുക്കാം. അതുപോലെ തന്നെ കിസ്മിസും അണ്ടിപ്പരിപ്പും വറുത്ത് കോരിയെടുക്കാം. ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടില്ലേ അമ്മ നന്നായിട്ട് മസാലയും അതുപോലെ തന്നെ ചിക്കൻ മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതൊരു ഉപ്പ്, അങ്ങനെ എന്തോ മസാലകളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് അമ്മയുടെ ഹെൽപ്പ് വേണ്ടി വന്നു, കാരണം കുറച്ച് മസാലയൊക്കെ ഞാൻ ചിലപ്പോൾ ഞാൻ കൂടിപ്പോവും. ഈ മസാല മാത്രമല്ല, നമുക്ക് ചിക്കനിൽ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്. കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ 2 പച്ചമുളക്. നമുക്കിപ്പോൾ നേരത്തെ മസാല ചേർക്കണ കാരണം നല്ല എരിവുണ്ടാവും കേട്ടോ, അതുകൊണ്ട് 2 പച്ചമുളകാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂൺ പെരുംജീരകം ഉണ്ടല്ലോ, അതും കൂടി കൂട്ടിയിട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് ചതച്ചിട്ട് എന്നിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതിലേക്ക് ഇതൊന്നും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ സവാള മാറ്റി വെച്ചിട്ടുണ്ടായില്ലേ, അത് കുറച്ചെടുത്തിട്ട് നമുക്ക് ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് പൊടിച്ച് ആഡ് ചെയ്യണേ. ഇനി കുറച്ച് ബിരിയാണിക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ കൂടെ 2 തക്കാളി അരിഞ്ഞതും മല്ലിയിലും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം കേട്ടോ. കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് കറുവപ്പട്ടയുടെ ഇലയും പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്തില്ലായിരുന്നു സവാള, അതിൽ 1 ടീസ്പൂണാണ് എണ്ണ നമുക്ക് ഫ്രൈ ചെയ്ത ഓയിൽ നമുക്കിതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് വയ്ക്കേ. 1-2 മണിക്കൂറൊക്കെ വയ്ക്കുകയാണെങ്കിൽ നല്ല ഫ്ലേവർ കിട്ടും. നന്നായിട്ട് മസാലയൊക്കെ ഉള്ളിലേക്ക്, ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങും കേട്ടോ. നമ്മളിതേ അരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വെള്ളം പോകാറുണ്ട്. ഉണ്ടാക്കാൻ നല്ല വലിയ പാത്രം തന്നെ എടുത്തിരിക്കുന്നത്. ആരും തെറ്റിദ്ധരിക്കേണ്ട, നമുക്ക് ഉരുളിയിലാണ് ചിക്കൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇന്നിപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്നത് ഉരുളിയിലായതുകൊണ്ട് നമുക്ക് ചിക്കൻ ഉണ്ടാക്കാൻ വേറെ പാത്രം ഉണ്ടായില്ല. നല്ലപോലെ ഇളക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മൂടി വയ്ക്കാം കേട്ടോ. ഇത് ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും കുറച്ച് കഴിയുമ്പോഴേക്കും. അങ്ങനെയാണ് അമ്മ പറഞ്ഞത്. ചിക്കൻ ഇതിനു മുമ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, ചിക്കൻ ചുക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ബിരിയാണി ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ചിക്കൻ അവിടെ കിടന്ന് വേവട്ടെ, അപ്പോൾ നമുക്ക് ബിരിയാണിയിലേക്ക് പോയാലോ. നമ്മൾ നേരത്തെ സവാളയൊക്കെ വഴറ്റിയ എണ്ണ ഉണ്ടല്ലോ അതിനകത്തേക്ക് ഒഴിക്കാം കേട്ടോ. പിന്നെ കൂടാതെ കുറച്ച് നെയ്യും കൂടി ചേർത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ 2 ഏലക്ക, കുരുമുളക്, അതുപോലെ തന്നെ ഗ്രാമ്പൂ, പട്ട ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, 1 ടീസ്പൂൺ നമ്മൾ നേരത്തെ മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ടാവില്ലേ, ഇഞ്ചി വെളുത്തുള്ളി എല്ലാം പേസ്റ്റ് ആക്കിയിട്ട്, അത് 1 ടീസ്പൂൺ നമ്മൾ ഈ ചോറിലിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ചോറിൽ കുറച്ചും കൂടി ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നല്ലപോലെ വഴറ്റിയിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റി വരില്ലേ, ആ ടൈമിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. ഒരു 3-4 മിനിറ്റ് വരെ നമുക്കിങ്ങനെ വഴറ്റിയെടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 കപ്പ് അരിയാണ് കേട്ടോ. നമുക്ക് ഈ 3 കപ്പ് അരിക്ക് 4.5 കപ്പ് വെള്ളം ചൂടാക്കണേ. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് മൂടി വയ്ക്കാം. ഒരു 8-10 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും അരി വെന്തിട്ടുണ്ടാവും. പിന്നെ ഇന്ന് വെള്ളമൊക്കെ ഇറങ്ങി ഇത് ഇവിടെ കിടന്ന് വേവുന്നുണ്ടേ. ഒരു 8 മിനിറ്റൊക്കെ ആയപ്പോഴേക്കും ഞാൻ ഒന്ന് മൂടി തുറന്ന് നോക്കിയപ്പം അരി അത്യാവശ്യം വെന്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ വിട്ട് കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ചൊന്ന് വെള്ളം വറ്റണം കേട്ടോ, എന്നാലും നമുക്ക് ദം ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് റേഡിയോ പാട്ടായിരിക്കും കേട്ടോ. അമ്മയുടെ ഫേവറേറ്റാണ്, എപ്പോഴും ഉണ്ടാവും കേട്ടോ, എന്നും റേഡിയോയിൽ പാട്ട്. ഇപ്പോൾ ബിരിയാണി ദം ചെയ്താലോ. നമ്മൾ കുറച്ച് ചിക്കനാണ് ഇതിനകത്ത് ദം ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതേ ചോറൊക്കെ അത്യാവശ്യം നന്നായിട്ട് വിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള സവാളയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയില, അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടിയിട്ട് നമുക്ക് മൂടി വയ്ക്കാതെ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. A few moments later. അപ്പോൾ അതേ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ എസൻസും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഇവിടെ പറയാൻ വിട്ടുപോയി. എനിക്കെന്തായാലും ഇഷ്ടമായി കേട്ടോ, ഭയങ്കര സന്തോഷമായി. ഫസ്റ്റ് ടൈമാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. കണ്ടിട്ടൊരു ബിരിയാണിൻ്റെ ലുക്കൊക്കെ ഉണ്ട്. ഇത് കഴിച്ചുകൂടി നോക്കിയാലാണ് ഫൈനൽ റിസൾട്ട് എന്താണെന്ന് അറിയുള്ളൂ. എവിടെ ചിക്കൻ 2 ലെഗ് പീസും ഞങ്ങൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഫൈനലി ചിക്കൻ ബിരിയാണി റെഡി. അത്യാവശ്യം ബിരിയാണിയുടെ ലുക്കൊക്കെ ഇല്ലേ ഗൈസ്. കുറച്ച് ചിക്കൻ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതാണ് കേട്ടോ ഇത്. പിന്നെ നമ്മൾ സർലാസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, അച്ചാറ് മാത്രം ഉണ്ടായില്ല. അങ്ങനെ ഫൈനലി നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയ്ക്കും കൊടുക്കാൻ കേട്ടോ. ഇനി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. അവളപ്പുറത്ത് നിന്ന് കഴിക്കുന്നുണ്ട്, അവളെ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ എൻ്റെ ലെഗ് പീസ് ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചോറിൽ കുറച്ച് വേവ് കൂടുതലായിരുന്നു, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ. അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. ഫസ്റ്റ് ടൈം അല്ല ഉണ്ടാക്കുന്നത്, കുറച്ച് കുറവുകളൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു ചെറിയ വ്ളോഗായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ഗൈസ്.